സ്ട്രക്ചറൽ അനാലിസിസ് 2 സബ്ജക്റ്റിലെ 4th മോഡ്യൂളായ കാനസ് മെത്തേഡാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു മോഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്ന ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ബീംസിൻ്റെ അനാലിസിസും അതേപോലെ റിജിഡ് ഫ്രെയിംസിൻ്റെ അനാലിസിസും ആണ്. റിജിഡ് ഫ്രെയിം എന്ന് പറയുമ്പോൾ ഇതിൽ സ്വേ അനാലിസിസും വരും, അതേപോലെ നോൺ സ്വേ അനാലിസിസും വരും. കാനസ് മെത്തേഡിനെ പറ്റിയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇനി പറയാം. ഗ്യാസ്പർ കാനി എന്ന് പറയുന്ന ഒരു ജർമ്മൻ എഞ്ചിനീയർ ആണ് ഈ ഒരു മെത്തേഡ്, അതായത് ഡിസ്ട്രിബ്യൂഷൻ പ്രൊസീജിയർ ബേസ് ചെയ്തിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൾട്ടി സ്റ്റോറി ഫ്രെയിംസിൻ്റെ അനാലിസിസിന് വളരെ യൂസ്ഫുൾ ആണ്. ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഏതെങ്കിലും ഒരു സൈക്കിളിൽ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനിൽ ഒരു മിസ്റ്റേക്ക് നമ്മൾ വരുത്തിപ്പോയാൽ എങ്ങനെ പോയാലും അത് അതിൻ്റെ ഫൈനൽ ആൻസറിലേക്ക് കൺവേർജ് ചെയ്യും എന്നുള്ളതാണ്. ഈവൻ ടുഡേ പ്രാക്ടീസിങ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സ് കമ്പ്യൂട്ടർ മെത്തേഡ്സ് ഫെമിലിയർ അല്ല എങ്കിൽ അവർ 3 to 4 സ്റ്റോറി വരെ വരുന്ന ബിൽഡിംഗ് ഫ്രെയിംസിൽ അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് കാനസ് മെത്തേഡ്. ഈ ഒരു മെത്തേഡ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത് സ്ട്രക്ചേഴ്സ് വിത്ത് ഫിക്സ്ഡ് എൻഡ്സിൻ്റെ കേസിലാണ്. സോ അതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്താണെന്ന് ആദ്യം നോക്കാം. കാനസ് മെത്തേഡ് ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. ഈ ഒരു മെത്തേഡിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മൾ മോഡ്യൂൾ 3 ചെയ്തത് മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നല്ലോ, അതേപോലെ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മളിവിടെ ജനറേറ്റ് ചെയ്യാൻ പോകുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ ഒരു ടേബിളാണ്. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് ആണ്. ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഡിഫറെൻറ്റ് ലോഡിംഗ് കേസസിൽ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. കാരണം നമ്മൾ മോഡ്യൂൾ 2ലും മോഡ്യൂൾ 3ലും ഈ പറഞ്ഞ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് റൊട്ടേഷൻ ഫാക്ടർ ആണ്. മോഡ്യൂൾ 3ൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഏകദേശം ഈ റൊട്ടേഷൻ ഫാക്ടറും കണ്ടുപിടിക്കേണ്ടത്. റൊട്ടേഷൻ ഫാക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റൊട്ടേഷൻ ഫാക്ടർ RF is equal to -1/2 into K/σk ആണ്. ഈ K എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ഓഫ് ദ മെമ്പർ ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ സ്റ്റിഫ്നെസ് ആണ് സിഗ്മ K എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബീം കൺസിഡർ ചെയ്യാണ്, ABC എന്ന് പറയുന്നത്. അതിലെ ഇൻ്റർമീഡിയറ്റ് ജോയിൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? B ആണ്. ബിയിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും? BA അതേപോലെ BC മെമ്പേഴ്സാണ് വരിക. അപ്പോൾ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ സ്റ്റിഫ്നെസ് ഓഫ് BA പ്ലസ് സ്റ്റിഫ്നെസ് ഓഫ് BC ആയിരിക്കും. ഇനി ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാലോ K വാല്യൂ ഫോർ BA അല്ലെങ്കിൽ K വാല്യൂ ഫോർ BC. ഇനി ഇതിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ഡിവൈഡ് ബൈ ദ ജോയിൻറ്റ് സ്റ്റിഫ്നെസ് മൾട്ടിപ്ലൈഡ് ബൈ -1/2. ഇതാണ് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. നമ്മൾ ഇതിൽ ഒരു ടേബിൾ ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ആ ടേബിളിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 4th സ്റ്റെപ്പാണ് ചെയ്യേണ്ടത്. ദാറ്റ് ഈസ് ദ കാൽക്കുലേഷൻ ഓഫ് ഫൈനൽ മൊമെൻറ്റ്സ്. അപ്പോൾ ഫൈനൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ ഉണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് പ്ലസ് 2 times റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് നിയർ എൻഡ് പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഫാർ എൻഡ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഈ നിയർ എൻഡും അതേപോലെ ഫാർ എൻഡ് ഏതൊക്കെയാണെന്ന്. ഇപ്പോൾ ഒരു മെമ്പർ BA എടുക്കുകയാണെങ്കിൽ B എന്ന് പറയുന്നത് നിയർ എൻഡും A എന്ന് പറയുന്നത് അതിൻ്റെ ഫാർ എൻഡും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ആ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആ ഒരു ടേബിൾ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കിട്ടുമല്ലോ. അപ്പം റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് നിയർ എൻഡും കിട്ടും, ഫാർ എൻഡും കിട്ടും. അപ്പോൾ 2 times റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് നിയർ എൻഡ് പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഫാർ എൻഡ് പ്ലസ് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മെമ്പേഴ്സിൻ്റെയും ഫൈനൽ മൊമെൻറ്റ്സ് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റെപ്സിൽ പറയാനുള്ളത്. ആപ്ലിക്കേഷൻ ഓഫ് കാനസ് മെത്തേഡ് ടു കണ്ടിന്യൂസ് ബീംസ് വിത്ത് ഫിക്സ്ഡ് എൻഡ്സ്. ആദ്യം ഈ ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നോക്കാം. ദ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് ബീം with fixed end is taken as 0 since the end being fixed its rotation is 0. അപ്പോൾ പറയുന്നത് എന്താണ്? കണ്ടിന്യൂസ് ബീംസിൻ്റെ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ അവിടെയുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇതിൻ്റെ റീസൺ എന്താണ്? എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ അതിൽ റൊട്ടേഷൻ ഉണ്ടാവുമോ? അതിൽ റൊട്ടേഷൻ ഉണ്ടാവില്ല. അപ്പോൾ റൊട്ടേഷൻ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് കണ്ടിന്യൂസ് ബീം വിച്ച് ഈസ് ഹാവിങ് ഫിക്സ്ഡ് എൻഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇനി നമുക്ക് കണ്ടിന്യൂസ് ബീമിൻ്റെ അനാലിസിസ് ഒന്ന് ചെയ്ത് നോക്കാം. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം ഷോൺ ഇൻ ഫിഗർ ബൈ കാനസ് മെത്തേഡ്. ഇവിടെ ABCD എന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് ബീമാണ് കൊടുത്തേക്കുന്നത്. A സപ്പോർട്ടും അതേപോലെ D സപ്പോർട്ടും ഫിക്സ്ഡ് ആണ്.
എ ബി എന്ന് പറഞ്ഞ സ്പാനിൻ്റെ ലെങ്ത് 4 meters, ബി സി സ്പാൻ 6 meters, സി ഡി സ്പാൻ 4 meters. കമ്മിങ് ടു ലോഡിംഗ്, എ ബി സ്പാനിൽ ഒരു എക്സാക്ട്ലി സെൻറ്ററിൽ പോയിന്റ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 20 kN ആണ്. ഇനി ബി സി സ്പാനിൽ ഒരു യു ഡി എല്ലും അതേപോലെ ഒരു പോയിന്റ് ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. യു ഡി എൽ ത്രൂ ഔട്ട് ആണ് ആക്ട് ചെയ്യുന്നത്. ദ വാല്യൂ ഇസ് 15 kN/m. പിന്നെ ഒരു പോയിന്റ് ലോഡ് 30 kN ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ബി സപ്പോർട്ടിൽ നിന്നും 4 meter ഡിസ്റ്റൻസിലാണ്, അല്ലെങ്കിൽ സി സപ്പോർട്ടിൽ നിന്ന് 2 meter ഡിസ്റ്റൻസിലാണ്. കമ്മിങ് ടു സി ഡി സ്പാൻ, ഇവിടെയും ഒരു സെൻട്രൽ പോയിന്റ് ലോഡാണുള്ളത്. 40 kN ആണ് ആക്ട് ചെയ്യുന്നത്. സി സപ്പോർട്ടിൽ നിന്നും 2 meter ഡിസ്റ്റൻസിലാണ് ഈ ലോഡ് ആക്ട് ചെയ്യുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യാസ് കൊടുത്തിട്ടുണ്ട് ഓരോ സ്പാനിലും. ഫസ്റ്റ് സ്പാൻ എ ബിയിൽ കൊടുത്തേക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഐ വാല്യൂ ആണ്. ബി സിയിൽ കൊടുത്തേക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ 2i ആണ്. സി ഡിയിൽ കൊടുത്തേക്കുന്ന മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഐ ആണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് ഓൾറെഡി അറിയുന്ന സ്റ്റെപ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓരോ സ്പാനും സെപ്പറേറ്റ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് അതേപോലെ ക്ലോക്ക് വൈസ് മൊമെന്റിന്റെ ബേസിസിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. സോ ലോഡിംഗ് അനുസരിച്ചിട്ട് ഈ പറഞ്ഞ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആദ്യം എടുക്കുന്ന ബീം ഏതാണ്? എ ബി ബീമാണ്. ഈ എ ബി സ്പാൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 4 meters ആണ് ഡിസ്റ്റൻസ് ഉള്ളത്. ലോഡ് 20 kN ആണ് ആക്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ബീമിലെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? -WL/8 ആണ്. അപ്പം ആദ്യം എം എഫ് എ ബി കണ്ടുപിടിക്കണം, പിന്നെ എം എഫ് ബി എ കണ്ടുപിടിക്കണം. ഫസ്റ്റ് വാല്യൂ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയിരിക്കും, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കേണ്ടത്. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, അതുകൊണ്ട് അത് പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. എം എഫ് എ ബി ഇസ് ഈക്വൽ ടു -WL/8 which is equal to loading 20 into span 4/8. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -10 kN ആയിരിക്കും. ഇനി ഇതേപോലെ എം എഫ് ബി എ കണ്ടുപിടിക്കണം. അവിടെ എന്തായിരിക്കും ഇക്വേഷൻ വരിക? പോസിറ്റീവ് WL/8 ആയിരിക്കും. പോസിറ്റീവ് WL/8 എന്ന് പറഞ്ഞാൽ 20 into 4/8 which is equal to 10 kN ആണ് വരിക. അപ്പോൾ എം എഫ് ബി എയുടെ വാല്യൂയും കിട്ടി. നെക്സ്റ്റ് എം എഫ് ബി സി ആണ് കൺസിഡർ ചെയ്യുന്നത്. എം എഫ് ബി സി എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ലോഡും അതേപോലെ യു ഡി എല്ലും ഉണ്ട്. നമുക്ക് സെപ്പറേറ്റ്ലി പോയിന്റ് ലോഡ് ഉണ്ടെങ്കിലും സെപ്പറേറ്റ്ലി യു ഡി എൽ ഉണ്ടെങ്കിലും എടുക്കേണ്ട ഇക്വേഷൻ എന്താണെന്ന് അറിയാം. ജസ്റ്റ് യു ഡി എൽ ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന വാല്യൂ എന്തായിരിക്കും? WL²/12 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ വാല്യൂ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആയതുകൊണ്ട് നെഗറ്റീവ് വാല്യൂ വരും. അതേപോലെ പോയിന്റ് ലോഡ് ആണെങ്കിൽ നമ്മൾ എന്തെടുക്കുക? -WAB²/L² എന്ന വാല്യൂ ആയിരിക്കും എടുക്കുക. ഇവിടെ എ എന്ന് പറഞ്ഞാൽ 4 meters ആണ്, ബി എന്ന് പറഞ്ഞാൽ 2 meters ആണ്. So just substitute the values in the equation. W value 15 ആണ്, L value complete 6 ആണ്. അപ്പോൾ -15 into 6²/12 മൈനസ് W വാല്യൂ എന്താ? പോയിന്റ് ലോഡിൻ്റെ 30 into A വാല്യൂ എന്ന് പറഞ്ഞാൽ 4 multiplied by 2²/6². ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -58.33 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എം എഫ് സി ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പം നമ്മൾ എന്താണോ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്, അതുകൊണ്ടാണ് നെഗറ്റീവിൽ വാല്യൂ കിട്ടിയേക്കുന്നത്. ഇനി പോസിറ്റീവ് വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടും സെയിം വാല്യൂ ആയിരിക്കില്ല, കാരണം പോയിന്റ് ലോഡ് ആണ്. എക്സെൻട്രിക് ലോഡിംഗ് ആണെങ്കിൽ ആദ്യത്തെ എടുക്കുന്ന വാല്യൂ WAB²/L² ആയിരിക്കും, രണ്ടാമത് എടുക്കുന്ന വാല്യൂ WA²B/L² ആയിരിക്കും. അപ്പോൾ ഒരിക്കലും രണ്ടും സെയിം ആയിട്ട് എഴുതാൻ പാടില്ല. എം എഫ് സി ബി ഇസ് ഈക്വൽ ടു പോസിറ്റീവ് WL²/12 പ്ലസ് WA²B/L². ഇതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ 71.67 ആയിരിക്കും. ഇനി നമ്മൾ എം എഫ് സി ഡി ആണ് കണ്ടുപിടിക്കേണ്ടത്. എം എഫ് സി ഡിയിൽ എന്താ ഉള്ളത്? ഒരു പോയിന്റിലൂടെ എക്സാക്ട്ലി സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ സ്പാൻ എന്ന് പറയുന്നത് 4 meters ആണ്. ഒന്നും കൂടി വേണമെങ്കിൽ നോക്കാം. സി ഡി സ്പാൻ നോക്കിക്കോളൂ. ഇവിടെ 4 meter ആണുള്ളത്. എക്സാക്ട്ലി സെൻറ്ററിൽ ഒരു 40 kN ലോഡാണ് ആക്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ എം എഫ് സി ഡി എന്ന് പറഞ്ഞാൽ -WL/8ഉം എം എഫ് ഡി സി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് WL/8ഉം ആയിരിക്കും വരിക. ജസ്റ്റ് ഡബ്ല്യൂയുടെ വാല്യൂ എല്ലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. -40 into 4/8 is equal to -20 kN കിട്ടും. ഇനി ഇതിൻ്റെ ക്ലോക്ക് വൈസ് മൊമെന്റ് ആകുമ്പോൾ പോസിറ്റീവ് 20 kN കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഒരു ജനറേറ്റ് ചെയ്യണം ഒരു ടേബിള്. റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ -1/2 into K/σk ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജോയിൻസ്, അതിൻ്റെ മെമ്പേഴ്സ്, ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ്, പിന്നെ ജോയിൻ്റ് സ്റ്റിഫ്നെസ്, അത് കഴിഞ്ഞ് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഇട്ടിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ വരുന്നത്.
സംവാട്ട് സിമിലർ ടു അവർ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മൾട്ടിപ്ലൈഡ് ബൈ -1/2 ചെയ്താൽ എന്താണോ കിട്ടുന്നത് അതാണ് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ. അപ്പോൾ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടി ജോയിൻസ് എടുക്കണമല്ലോ. ഏതൊക്കെ ജോയിൻസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഇന്റർമീഡിയറ്റ് ജോയിൻസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഇന്റർമീഡിയറ്റ് ജോയിൻസ് ഏതൊക്കെയാണ് ഇവിടെ? ബിയും അതേപോലെ സിയും. ഇനി ബി ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? ബി എ അതേപോലെ ബി സി മെമ്പറാണ്. സി ജോയിന്റിൽ വരുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണ്? സി ബി അതേപോലെ സി ഡി. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഓരോ മെമ്പറിൻ്റെയും ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ആണ്. അപ്പോൾ ബി എ മെമ്പറിൻ്റെ ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫാർ എൻഡ് ഫിക്സ്ഡ് ഒരു മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ മെമ്പറിൻ്റെ ഫാർ എൻഡ് ഫിക്സ്ഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ നമ്മൾ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ എടുക്കേണ്ടത് 4EI/L ആണ്. ഇനി ഫാർ ആൻഡ് ഹിഞ്ച് അല്ലെങ്കിൽ ഫാർ ആൻഡ് റൂളർ ആണെങ്കിൽ എടുക്കേണ്ട സ്റ്റിഫ്നെസ്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് 3EI/L ആണ്. സോ നമ്മളിപ്പം ആദ്യം എടുക്കുന്ന മെമ്പർ ബി എ ആണ്. ബി എ മെമ്പർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫാർ ആൻഡ് ഏതായിരിക്കും? എ എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ഫാർ ആൻഡ്. ഇവിടെ ഫാർ ആൻഡ് എ ഫിക്സ്ഡ് അല്ലേ? ഫിക്സ്ഡ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അപ്പം നമ്മൾ എടുക്കേണ്ട വാല്യൂ ഏതാണ്? 4EI/L ആണ്. അപ്പോൾ ജസ്റ്റ് മെമ്പേഴ്സ് എഴുതി കൊടുത്തു, ജോയിന്റ് എഴുതി. അപ്പോൾ 4EI/L ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ EI എന്ന് പറഞ്ഞാൽ ഐൻ്റെ വാല്യൂ ഐ തന്നെയാണ്, എല്ലിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ 4EI/4 = EI എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുക. ഇനി ബി സി മെമ്പർ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബി സി എന്ന് പറഞ്ഞ റൂളർ സപ്പോർട്ടാണ്, പക്ഷേ ഇതിന് ശേഷം കണ്ടിന്യൂസ് ആണ്. അപ്പം എപ്പോഴാണോ ഈ പറയുന്ന ഒരു ഫാർ എൻഡ് ബി സി മെമ്പറിലെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ സി ആയിരിക്കും. സി കണ്ടിന്യൂസ് ആണല്ലോ. സി കണ്ടിന്യൂസ് അല്ലെങ്കിൽ സി ഫിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ എടുക്കേണ്ട സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4EI/L ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4EI/L ആണ് എടുക്കേണ്ടത്. ഐൻ്റെ വാല്യൂ 2I ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എല്ലിൻ്റെ വാല്യൂ 6 ആണ് എടുക്കേണ്ടത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 4E × 2I/6 which is equal to 4/3EI. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ് ഓഫ് മെമ്പേഴ്സ് കിട്ടി. ഇനി ജോയിന്റ് സ്റ്റിഫ്നെസ് ആണ് വേണ്ടത്. ജോയിന്റ് സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 1EI + 4/3EI. ഈ 4/3EI എന്ന് പറഞ്ഞാൽ വാല്യൂ എന്തായിരിക്കും? 1.33 ആയിരിക്കും. അപ്പോൾ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.33EI ആയിരിക്കും ജോയിന്റ് സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കിട്ടുക. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ഇൻഡിവിജ്വൽ സ്റ്റിഫ്നെസ്സും ഉണ്ട്, ജോയിന്റ് സ്റ്റിഫ്നെസ്സും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. 1EI/2.33EI മൾട്ടിപ്ലൈഡ് ബൈ -1/2 ചെയ്ത് കഴിഞ്ഞാൽ -0.214 ആണ് കിട്ടുക. അതാണ് നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ ഫോർ ദ മെമ്പർ ബി എ. ഇതേപോലെ ബി സി മെമ്പറിൻ്റെ റൊട്ടേഷൻ ഫാക്ടർ കണ്ടുപിടിക്കണം. അത് നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന വാല്യൂ -0.286 ആയിരിക്കും. ഇനി നമുക്ക് സി ജോയിന്റ് നോക്കാം. സി ജോയിന്റിലെ മെമ്പേഴ്സ് സി ബി അതേപോലെ തന്നെ സി ഡി ആയിരിക്കും. സി ബി മെമ്പറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫാർ എൻഡ് എന്ന് പറയുന്നത് ബി ആയിരിക്കും. ബി എന്താണ്? കണ്ടിന്യൂസ് ആണ്. ബി കണ്ടിന്യൂസ് ആണെങ്കിൽ എടുക്കേണ്ട സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4EI/L. ഇവിടെ ഐൻ്റെ വാല്യൂ 2I ആണ്, എല്ലിൻ്റെ വാല്യൂ 6 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞ് സി ഡി സ്പാൻ കൺസിഡർ ചെയ്യുമ്പോൾ ഡി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിക്സ്ഡ് ആണ്. സി ഡി മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഡി എന്ന് പറയുന്നത് ഫാർ എൻഡ് ആണ്. ഡി ഫിക്സ്ഡ് ആണ്. ഡി ഫിക്സ്ഡ് ആണെങ്കിൽ വീണ്ടും സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4EI/L. ഇവിടെ എല്ലിൻ്റെ വാല്യൂ 4 ആണ്, ഐൻ്റെ വാല്യൂ എന്താ? സിംപ്ലി ഐ തന്നെയാണ്. അപ്പോൾ അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂസ് നോക്കാം. 4E × 2I/6 = 4/3EI. 4EI/4 = 1EI. രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2.33EI കിട്ടും. വീണ്ടും നമ്മൾ റൊട്ടേഷൻ ഫാക്ടേഴ്സ് ഫോർ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ് കണ്ടുപിടിക്കണം. അപ്പം 4/3EI/2.33EI മൾട്ടിപ്ലൈഡ് ബൈ -1/2 ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞാൽ -0.286 കിട്ടും. അതേപോലെ സി ഡി മെമ്പർ കൺസിഡർ ചെയ്യുക. 1EI/2.33EI × -1/2 ചെയ്ത് കഴിഞ്ഞാൽ -0.214 ആണ് കിട്ടുക. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മെമ്പേഴ്സിൻ്റെ റൊട്ടേഷൻ ഫാക്ടേഴ്സും കിട്ടി. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കലാണ് നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടേബിളർ ഫോമാണ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് കണ്ടിന്യൂസ് ബീമായ ABCD ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇന്റർമീഡിയറ്റ് ജോയിൻസിൽ നമ്മളൊരു ഡബിൾ റെക്ടാങ്കുലർ ബോക്സ് ആണ് മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എ എൻഡും അതേപോലെ ഡി എൻഡും ഫിക്സ്ഡ് ആണെന്ന് കൊടുത്തു. അതിനുശേഷം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ എന്താണോ അത് ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷനിൽ മാർക്ക് ചെയ്യണം. MFABയുടെ വാല്യൂ ഇവിടെ മാർക്ക് ചെയ്യുക, MFBയുടെ വാല്യൂ ഇവിടെ, MFBCയുടെ വാല്യൂ ഇവിടെ, MFCBയുടെ വാല്യൂ ഇത്, MFCD ഈ വാല്യൂ ആണ്, MFDC ഈ വാല്യൂ ആണ്. അപ്പം ആദ്യം കിട്ടിയ വാല്യൂസ് ജസ്റ്റ് വേണമെന്ന് വെരിഫൈ ചെയ്യാം. നോക്കിയ ഇവിടെ MFAB -10,
MFBA 10, MFBC -58.33, MFCB 71.67, പിന്നെ കിട്ടിയേക്കുന്ന CD അതേപോലെ DC വാല്യൂ -20യും 20യും ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ടേബിളാർ ഫോമിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ അതിൽ എഴുതി കൊടുക്കണം. അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളിപ്പം ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോർഷനിൽ കംപ്ലീറ്റ് ആയി. ഇനി ഇന്റർമീഡിയറ്റ് ജോയിൻസിൽ നമ്മൾ എന്താണ് കൊടുക്കുന്നതാണ് പറയാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ജോയിന്റ് ബി. ഇവിടെ നിങ്ങൾക്ക് ഡബിൾ റെക്ടാങ്കുലർ ബോക്സ് ആണ് കാണാൻ പറ്റുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കിട്ടിയിരിക്കുന്ന ജോയിന്റ് ബിയിലെ റൊട്ടേഷൻ ഫാക്ടേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന BA മെമ്പറിന്റെ റൊട്ടേഷൻ ഫാക്ടർ 0.214 എഴുതുക. അത് കഴിഞ്ഞ് BC മെമ്പറിൽ വരുന്ന റൊട്ടേഷൻ ഫാക്ടർ 0.286 ആണല്ലോ, അത് ഇവിടെ എഴുതുക. അപ്പോൾ ഇവിടെയും നമുക്ക് കിട്ടിയിരിക്കുന്ന ജോയിന്റ് ബിയിലെ റൊട്ടേഷൻ ഫാക്ടേഴ്സ് ആണ് എഴുതിയത്. ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് റൊട്ടേഷൻ ഫാക്ടർ, ഇതും റൊട്ടേഷൻ ഫാക്ടർ ആണ്. ഇനി സെന്ററിൽ വീണ്ടും ഒരു ബോക്സ് ഉണ്ടല്ലോ, ഈ ബോക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് മൊമെന്റ്സ് അറ്റ് ജോയിന്റ് ബി ആണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന മൊമെന്റ് എത്രയാണ് ജോയിന്റ് ബിയിൽ? ഈ ഒരു പോർഷനിൽ 10 ഉണ്ട്, ഈ ഒരു പോർഷനിൽ -58.3 ആണ്. ജോയിന്റ് ബിയിലെ മെമ്പേഴ്സിൽ വരുന്ന ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് ആണ് ഈ രണ്ടും, അതായത് BA അതേപോലെ BCയിൽ വരുന്ന ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിന്റെ വാല്യൂ ആണ്. അപ്പോൾ സമ്മേഷൻ ഓഫ് മൊമെന്റ് ഫോർ ജോയിന്റ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 10 + -58.33 ആയിരിക്കും. അതെന്താ കിട്ടുക? -48.33 ആണ്. അത് ഈ സെന്റർ ബോക്സിൽ എഴുതുക. അങ്ങനെ ജോയിന്റ് ബി കംപ്ലീറ്റ് ആയി. കമ്മിങ് ടു ജോയിന്റ് സി. വീണ്ടും ജോയിന്റ് സിയിൽ എന്താ എഴുതേണ്ടത്? റൊട്ടേഷൻ ഫാക്ടറും സമ്മേഷൻ ഓഫ് മൊമെന്റും ആണ് എഴുതേണ്ടത്. റൊട്ടേഷൻ ഫാക്ടർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, -0.286 -0.214. 286ന്റെ വാല്യൂ ഫോർ മെമ്പർ CB ആണ്, അതുകൊണ്ട് ഇവിടെ എഴുതുക. ഈ വാല്യൂ എന്ന് പറയുന്നത് CD മെമ്പറിൽ വരുന്ന റൊട്ടേഷൻ ഫാക്ടർ ആണ്, അത് ഇവിടെ എഴുതുന്നു. ഇനി നമ്മൾ സെന്റർ ബോക്സിൽ എന്താ എഴുതേണ്ടത്? സമ്മേഷൻ ഓഫ് മൊമെന്റ് ഫോർ ജോയിന്റ് സി ആണ്. സമ്മേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന മൊമെന്റും ഇവിടെ വരുന്ന മൊമെന്റും ആഡ് ചെയ്യുക. CB മെമ്പർ പ്ലസ് CD മെമ്പറിൽ വരുന്ന ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ 71.67 പ്ലസ് -20 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് +51.67 ആയിരിക്കും. അത് നമ്മുടെ ഈ ഒരു റെക്ടാങ്കുലർ ബോക്സിൽ എഴുതുക. അങ്ങനെ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഫാക്ടറിന്റെ ടേബിളാർ ഫോമിൽ ഉള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഐട്രേഷൻസ് ആണ്. ടോട്ടൽ ഇവിടെ 4 ഐട്രേഷൻസ് ആണ് ചെയ്തേക്കുന്നത്. ഈ ഐട്രേഷൻസ് നമ്മൾ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഈച്ച് മെമ്പർ ആണ്. അപ്പോൾ ഈ ഐട്രേഷൻസ് എങ്ങനെയാണ് ചെയ്യാന്ന് പറയാം. ഐട്രേഷൻ നമ്പർ 1, M-BA is equal to rotation factor into sigma m at joint B plus summation of rotation contribution from far end. അപ്പോൾ ഇതിൽ ഐട്രേഷൻസ് കാണിക്കാൻ വേണ്ടി റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് നമ്മൾ എഴുതുന്നത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ M-BA, M-BC, M-CB, M-CD എന്നീ രീതിയിലാണ്. ഓക്കെ, അപ്പം ഈ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണല്ലോ കണ്ടുപിടിക്കുന്നത്. ഐട്രേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതിയേക്കുന്ന കുറേ വാല്യൂസ് ഉണ്ടല്ലോ, ഇതെന്ന് പറഞ്ഞാൽ M-BAയുടെ ഐട്രേഷൻസ് ആണ്, M-BCയുടെ ഐട്രേഷൻസ് ആണ് ഇത് M-CBയുടെ, ഇത് M-CDയുടെ, ഇത്രയും കാര്യങ്ങളാണ്. ഇനി കമ്മിങ് ടു എൻഡ് A അതേപോലെ എൻഡ് D, ഇവിടെയുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻസ് ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട് 0 ആണ്, കാരണം എൻസ് ഫിക്സ്ഡ് ആകുമ്പോൾ റൊട്ടേഷൻ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഐട്രേഷൻസ് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ മെമ്പർ M-BA ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്താണ്? റൊട്ടേഷൻ ഫാക്ടർ, നമുക്ക് ഇൻഡിവിജ്വൽ മെമ്പറിന്റെ റൊട്ടേഷൻ ഫാക്ടർ കിട്ടിയിട്ടുണ്ടല്ലോ, മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ M at ജോയിന്റ് ബി. നമ്മളെ റെക്ടാംഗിൾ സെന്റർ റെക്ടാംഗുലർ ബോക്സിൽ വാല്യൂ എഴുതൂലേ, അതാണിത്, പ്ലസ് സമ്മേഷൻ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്. ഇപ്പം BA മെമ്പർ എന്ന് പറഞ്ഞാൽ ഏത് ജോയിന്റിലാണ് വരുന്നത്? B ജോയിന്റിലാണ് വരുന്നത്. അപ്പോൾ B ജോയിന്റ് ഏതൊക്കെ മെമ്പേഴ്സ് വരും? BA മെമ്പറും വരും, BC മെമ്പറും വരും. ഇങ്ങനെ BA മെമ്പർ ആണെങ്കിൽ അതിന്റെ ഫാർ എൻഡ് എന്തായിരിക്കും? A ആയിരിക്കും ഫാർ എൻഡ്. BC മെമ്പറിന്റെ ഫാർ എൻഡ് എന്തായിരിക്കും? C ആയിരിക്കും ഫാർ എൻഡ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്താണോ എന്നുള്ളത് ആഡ് ചെയ്തിട്ട് എഴുതണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ മെമ്പർ BA കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. റൊട്ടേഷൻ ഫാക്ടർ ഫോർ BA എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. മെമ്പർ BAയിൽ വരുന്ന റൊട്ടേഷൻ ഫാക്ടർ ഇതാണ് ജോയിന്റ് B. റൊട്ടേഷൻ BA ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് -0.214. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ M എന്നായിരുന്നു പറഞ്ഞത്. സിഗ്മ എമ്മിന്റെ വാല്യൂ ഇവിടെ എന്താ? -48.33. നോക്കി ഇവിടെ -48.33.
ഇവിടെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് എന്ന് പറഞ്ഞ് 0 ആണ് എഴുതിയിരിക്കുന്നത്. അതെങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ഫാർ എൻഡ് ഓഫ് ബി എ ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് ദ ഫാർ എൻഡ് എ ഇസ് ഫിക്സ്ഡ്. ജോയിന്റ് ബി കൺസിഡർ ചെയ്യുമ്പം 2 റൊട്ടേഷൻ കോൺട്രിബ്യൂഷനും കണ്ടുപിടിക്കണം. ബിയിൽ വരുന്ന മെമ്പേഴ്സായ ബി എ ബി സി. ബി എ മെമ്പറിലെ ഫാർ എൻഡ് എ ആണ്, ബി സി മെമ്പറിലെ ഫാർ എൻഡ് സി ആണ്. അപ്പം എയിൽ വരുന്ന വാല്യൂ സിയിൽ വരുന്ന വാല്യൂ നമുക്ക് വേണം. ബി എ മെമ്പറിലെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ എ ആയിരിക്കുമല്ലോ. എ ഫിക്സ്ഡ് ആയതുകൊണ്ട് അവിടെ റൊട്ടേഷൻ ഉണ്ടാവുമോ? അവിടെ റൊട്ടേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ട് അതിൻ്റെ വാല്യൂ 0 ആണ്. ഇനി ബി സി മെമ്പർ റൊട്ടേഷൻ്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് അറിയില്ല. ഫസ്റ്റ് ഐട്രേഷൻ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഇതുവരെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ബി സിയുടെ വാല്യൂ എന്താണ്? 0 ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം സമേഷൻ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് എന്ന് പറയുമ്പം ഈ ഒരു 0 വാല്യൂ ഈ ഒരു 0 വാല്യൂ ആഡ് ചെയ്യുക. ആഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണ്? 0 തന്നെ. അങ്ങനെ ബി എ മെമ്പറിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ അപ്പോൾ എന്താ വരിക? 0. അപ്പോൾ എം ഡാഷ് ബി എ, അതായത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ മെമ്പർ ബി എ ഇസ് ഈക്വൽ ടു റൊട്ടേഷൻ ഫാക്ടർ ഫോർ ദ മെമ്പർ ബി എ മൾട്ടിപ്ലൈഡ് ബൈ സമേഷൻ ഓഫ് മൊമെന്റ് അറ്റ് ജോയിന്റ് ബി, നമ്മൾ ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൽ ഉള്ളിൽ എഴുതിയിരിക്കുന്ന വാല്യൂ, പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ്. അതിൻ്റെ സമേഷനാണ്. അപ്പോൾ ജോയിന്റ് ബിയിൽ വരുന്ന മെമ്പേഴ്സിൻ്റെ ഫാർ എൻഡിൽ വരുന്ന കോൺട്രിബ്യൂഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ആ വാല്യൂ കിട്ടിയിരിക്കുന്നത് 0 ആണ്. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 10.34 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. അങ്ങനെ റൊട്ടേഷൻ ഫാക്ടർ ഫോർ ദ മെമ്പർ ബി എ നമ്മൾ കണ്ടുപിടിച്ചു. ഫസ്റ്റ് വാല്യൂ 10.34. അങ്ങനെയാണ് ഈ വാല്യൂ ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് എന്താ? ബി സി മെമ്പറിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷനാണ്. അതായത് 13.82 എങ്ങനെ വന്നു നോക്കാം. അപ്പോൾ എം ഡാഷ് ബി സി ആണ് വേണ്ടത്. എം ഡാഷ് ബി സി എങ്ങനെ കണ്ടുപിടിക്കുക? വീണ്ടും ഇക്വേഷൻ എന്താണ്? റൊട്ടേഷൻ ഫാക്ടർ. ബി സി മെമ്പർ റൊട്ടേഷൻ ഫാക്ടർ -0.86 ആണ്. ഒന്ന് നോക്കാം. ഇവിടെ നോക്കിയേ, ബി സി മെമ്പർ റൊട്ടേഷൻ ഫാക്ടർ -0.286 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ സമേഷൻ ഓഫ് മൊമെന്റ് അല്ലേ? ആ മൊമെന്റിന്റെ വാല്യൂ എന്താ? -48.33 ആണ്. അത് എഴുതുക. നോക്കിയേ, ഇവിടെ -48.33 പ്ലസ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ആണ് ഇക്വേഷനിൽ വേണ്ടത്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ജോയിന്റ് ബിയിൽ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ച E0 പ്ലസ് E0, വീണ്ടും 0 തന്നെ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 13.82 ആണ്. അപ്പോൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് ഐട്രേഷനിലെ വാല്യൂ എന്താ? 13.82 ആണ്. അപ്പോൾ നമുക്ക് ബി ജോയിന്റിലെ ബി എ മെമ്പർ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കിട്ടി, ബി സി മെമ്പറിന് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി സി ജോയിന്റിലുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അതായത് സി ബി മെമ്പറും സി ഡി മെമ്പറിലും വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് മെമ്പർ സി ബി ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താണ്? റൊട്ടേഷൻ ഫാക്ടർ ഫോർ ദ മെമ്പർ സി ബി, അതായത് -0.286 മൾട്ടിപ്ലൈഡ് ബൈ സമേഷൻ ഓഫ് മൊമെന്റ്. സമേഷൻ ഓഫ് മൊമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കിട്ടുന്ന മൊമെന്റ് 51.67 പ്ലസ് എന്ത് വാല്യൂ ആയിരുന്നു? റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ സി ജോയിന്റ് ഫോർ ഫാർ എൻഡ്. അപ്പോൾ സി ജോയിന്റിലെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? സി ബിയും അതേപോലെ സി ഡിയും ആയിരിക്കും വരിക. സി ബി മെമ്പർ എടുത്തു കഴിഞ്ഞാൽ ബി എന്ന് പറഞ്ഞ സംഭവം എന്താണ്? അതിന്റെ ഫാർ എൻഡ് ആണ്. നമ്മൾ ഇവിടെ ഒരു റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചില്ലേ? സി ബി മെമ്പറിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ, ഫാർ എൻഡിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് ഇസ് സി ബി മെമ്പർ. സി ബി മെമ്പറിലെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ ബി ആണ്. ബിയിൽ വരുന്ന കറസ്പോണ്ടിങ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ചു, 13.82. അപ്പോൾ ആ വാല്യൂ അല്ലേ നമ്മൾ നെക്സ്റ്റ് കോൺട്രിബ്യൂഷനിൽ എഴുതേണ്ടത്? ഇവിടെ നോക്കുക, റൊട്ടേഷൻ ഫാക്ടർ എന്താന്ന് ഞാൻ പറഞ്ഞു. മൊമെന്റ് എറ്റ് ജോയിന്റ് സി 51.67 ആണെന്ന് പറഞ്ഞു. ഇനി റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫ്രം ഫാർ എൻഡ് ഫോർ ജോയിന്റ് സി ആണ് വേണ്ടത്. അപ്പോൾ സി എന്ന് പറയുമ്പം സി ബി വാല്യൂം വരും, സി ഡി വാല്യൂം വരും. സി ബി വാല്യൂ എന്താണ്? റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ഫാർ എൻഡ് ഓഫ് സി ബി എന്ന് പറഞ്ഞാൽ എൻഡ് ബിയിലുള്ള റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. അത് നമ്മളിപ്പം ജസ്റ്റ് ഒരു സെക്കൻഡ് മുന്നേ കണ്ടുപിടിച്ചതേ ഉള്ളൂ. അതാണ് 13.82. അപ്പോൾ ഇവിടെ എടുക്കേണ്ട വാല്യൂ എന്താണ്? 13.82 ആണ്. ഇനി റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ഫാർ എൻഡ് ഓഫ് സി ഡി കണ്ടുപിടിക്കണ്ടേ? സി ഡി എന്ന് പറയുമ്പോൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ്റെ സി ഡി മെമ്പർ ആണെങ്കിൽ ഡി ഫാർ എൻഡ് ആണ്. ഡി ഫിക്സ്ഡ് ആണ്. അതുകൊണ്ട് അവിടെ റൊട്ടേഷൻ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഓക്കെ, സോ ആസ് ദ എൻഡ് ഡി ഇസ് ഫിക്സ്ഡ് യു വിൽ ബി ഗെറ്റിംഗ് എ വാല്യൂ ഓഫ് 0. അപ്പം സമേഷൻ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ഫാർ എൻഡ് ഓഫ് ജോയിന്റ് സി എന്ന് പറഞ്ഞാൽ എന്താ? 13.82 പ്ലസ് 0 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? 13.82 ആണ്. അപ്പോൾ എം ഡാഷ് സി ബി എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ ഫാക്ടർ -0.286 മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ എമ്മിൻ്റെ വാല്യൂ, നമ്മുടെ ഡബിൾ റെക്ടാങ്കുലർ ബോക്സിൽ ഏറ്റവും ഉള്ളിൽ എഴുതുന്ന വാല്യൂ ആണ് എഴുതേണ്ടത്, 51.67 പ്ലസ് ഈ വാല്യൂ എവിടെ നിന്ന് കിട്ടുക? ഈ രണ്ടും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ 13.82.
ഇത് സോൾവ് ചെയ്താൽ -18.73 ആണ് കിട്ടുക. ഓക്കെ, ഇനി ഇതേപോലെ സി ഡിയിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന വാല്യൂ M-CD ആണ്. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ CD വാല്യൂ എന്താ നോക്കാം. ടേബിളിൽ CD എന്ന് പറഞ്ഞാൽ ഇതാണ് -0.214 മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ എം എന്ന് പറഞ്ഞാൽ 51.67, പിന്നെ പ്ലസ് എന്താ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ച കാര്യം. റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്തായിരുന്നു 13.82 ആണ്. രണ്ടിനെയും കൂടി ആഡ് ചെയ്ത് കിട്ടിയില്ലേ, അത് തന്നെയാണ് ഇവിടെയും വരിക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -14.01 ആണ് വരിക. അപ്പം നമ്മുടെ ഫസ്റ്റ് ഐട്രേഷൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എല്ലാ വാല്യൂസും, അതായത് ഈ കിട്ടിയിരിക്കുന്ന എല്ലാ വാല്യൂസും എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. നമ്മുടെ ഫസ്റ്റ് സൈക്കിൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇനി ചെയ്യേണ്ടത് സെക്കൻഡ് ഐട്രേഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും ജോയിന്റ് ബിയിൽ നിന്നാണ്. ഇവിടെ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് റൊട്ടേഷൻ ഫാക്ടറും അതേപോലെ സിഗ്മ എമ്മിന്റെ വാല്യൂ. ഇനി വ്യത്യാസം വരുന്ന ഇതിലാണ് ഈ പറയുന്ന ഫാർ എൻഡിലെ കോൺട്രിബ്യൂഷൻ മെമ്പേഴ്സിൽ വരുന്ന വാല്യൂസിലാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ എഴുതിയേക്കുന്നത് എന്താ, ദ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് മെമ്പർ BC is -18.73. ഈ വാല്യൂ എവിടെ വന്നു? ഇത് നമ്മുടെ ഫസ്റ്റ് ഐട്രേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം അത് വാല്യൂ 18.73 ആണോ എന്നുള്ളത്. നമുക്കറിയാം ജോയിന്റ് ബി കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 2 മെമ്പേഴ്സിലുള്ള ഫാർ എൻഡ് കോൺട്രിബ്യൂഷനും വേണം. അപ്പോൾ ആദ്യം വേണ്ടത് BA, പിന്നെ വേണ്ടത് BC ആണ്. BA മെമ്പറിന്റെ ഫാർ എൻഡ് എന്താ, A ആണ്. അതുകൊണ്ട് A ഫിക്സ്ഡ് ആയതുകൊണ്ട് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ 0 ആയിരിക്കും. ഇനി BC മെമ്പറിന്റെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വേണമല്ലോ. BC മെമ്പറിന്റെ ഫാർ എൻഡ് എന്താ, C ആണ്. സിയിൽ കറസ്പോണ്ടിംഗിൽ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്താണ്, -18.73 ആണ്. ഈ വാല്യൂ എന്ന് പറയുന്നത് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ മെമ്പർ BC. ഫാർ എൻഡ് C ആണ്. സിയിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ -18.73 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇനി സെക്കൻഡ് ഐട്രേഷൻ BA എഴുതുമ്പം റൊട്ടേഷൻ ഫാക്ടർ 0.214 ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. സിഗ്മ എം എന്ന് പറഞ്ഞാൽ -48.33, നമ്മുടെ ഡബിൾ റെക്ടാങ്കിൾ ബോക്സിൽ എഴുതുന്ന കാര്യം. ഇതിലാണ് വേരിയേഷൻ വരുന്നത്. ഇവിടെ -18.73 ആണ് കിട്ടിയത്. ഓർമ്മിക്കുക, BCയും BA ആണ് വരിക. BA എന്ന് പറയുമ്പോൾ A എൻഡ് ഫിക്സ്ഡ് ആണ്, അപ്പോൾ 0 -18.73 എന്ന് പറഞ്ഞാൽ -18.73 തന്നെയായിരിക്കും. അപ്പോൾ ഇത് കംപ്ലീറ്റ്ലി സോൾവ് ചെയ്യുമ്പോൾ 14.35 എന്ന വാല്യൂ ആയിരിക്കും വരിക. അപ്പോൾ M-BAയുടെ വാല്യൂ കിട്ടിയല്ലോ. ഇനി M-BC ആണ് വേണ്ടത്. M-BC എന്ന് പറഞ്ഞാൽ എന്താ, റൊട്ടേഷൻ ഫാക്ടർ ഫോർ BC വാല്യൂ. ഇപ്പോൾ -0.286 ആണ്. സിഗ്മ എമ്മിന്റെ വാല്യൂ 48.33 ആണ്. ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ഈ വാല്യൂ. ഇപ്പോൾ -18.73 എഴുതുക. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 19.18 ആണ് കിട്ടുക. അപ്പോൾ ജോയിന്റ് ബി കംപ്ലീറ്റ് ആയല്ലോ. ഇനി ജോയിന്റ് സി ആണ് എടുക്കേണ്ടത്. ജോയിന്റ് സിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ വേണമല്ലോ. സിഗ്മ എമ്മും റൊട്ടേഷൻ ഫാക്ടറും കറസ്പോണ്ടിംഗിൽ നമുക്ക് ഡയറക്റ്റ്ലി ടേബിളിൽ നിന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. സി ജോയിന്റിൽ വരുന്ന ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ഏതാ വരിക, CB മെമ്പറിലെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷനും CD മെമ്പറിലെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷനും ആണ്. CB മെമ്പർ ആണെങ്കിൽ ബിയിലെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എത്രയാണെന്ന് നമ്മുടെ ടേബിൾ നോക്കി നമ്മൾ ചെയ്യണം. അപ്പോൾ നമുക്കൊന്ന് ടേബിൾ നോക്കാം. CB മെമ്പറിന്റെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ, അതായത് ഇതാണ് CB മെമ്പർ. ഓക്കെ, CB മെമ്പറിലെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19.18 ആയിരിക്കുമല്ലോ. നമ്മളിപ്പോൾ ഉള്ളത് സെക്കൻഡ് ഐട്രേഷനിലാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ CB മെമ്പർ. CB മെമ്പറിലെ ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ B ജോയിന്റ് ആണ്. ഈ ബിക്ക് കറസ്പോണ്ടിംഗിൽ കിട്ടുന്ന വാല്യൂ 19.18 ആണല്ലോ. ഈ 19.18 ആണ് നമ്മൾ ഇനി യൂസ് ചെയ്യേണ്ടത്. നോക്കി ഇവിടെ 19.18. ഓക്കെ, അപ്പോൾ CBയിൽ വരുന്ന ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ 19.18 ആണ് സെക്കൻഡ് ഐട്രേഷനിൽ കിട്ടിയേക്കുന്നത്. പിന്നെ CD വാല്യൂ എന്താ, 0 ആയിരിക്കും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വാല്യൂ കിട്ടുക, -20.26 ആണ്. M-CB എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ മെമ്പർ CB ആണ്. അപ്പോൾ നമ്മളത് ഇവിടെ എഴുതിയിട്ടുണ്ട്, -20.26. മറ്റ് രണ്ട് വാല്യൂസ് ഓൾറെഡി ഞാൻ എഴുതാൻ പറഞ്ഞിട്ടില്ലായിരുന്നു, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. 14.35 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഐട്രേഷനിൽ വരുന്ന കോൺട്രിബ്യൂഷൻ വാല്യൂ ആണ്. അതായത് BA മെമ്പറിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂ 14.35ഉം അതേപോലെ BC മെമ്പറിൽ വരുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ സെക്കൻഡ് ഐട്രേഷനിൽ കിട്ടിയ വാല്യൂ ആണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്, സെക്കൻഡ് ഐട്രേഷനിൽ CB മെമ്പറിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കിട്ടി. ഇനി കണ്ടുപിടിക്കേണ്ട എന്താണ്, CD മെമ്പറിലെ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ്. അത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ, വീണ്ടും നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റൊട്ടേഷൻ ഫാക്ടർ ഫോർ ദ മെമ്പർ CD മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ M
ഡബിൾ റെക്ടാങ്കിൾ ബോക്സിൻ്റെ ഉള്ളിൽ എഴുതുന്ന കാര്യം. അത് പ്ലസ് നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ എന്താ ഫാർ ആൻഡ് കോൺട്രിബ്യൂഷൻ്റെ 19.18 ആണ്. അതിവിടെ എഴുതി. ഇസ് ഈക്വൽ ടു -15.16 ആണ്. അപ്പം നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു വേരിയേഷൻ വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നതിനാണ്. അപ്പോൾ ജോയിന്റ് കൺസിഡർ ചെയ്യുക. ജോയിന്റിൽ ഏതൊക്കെ മെമ്പേഴ്സ് വരും, ആ മെമ്പേഴ്സിന്റെ ഫാർ ആൻഡ് ഏതാന്ന് നോക്കുക. അതിന്റെ വാല്യൂ കറസ്പോണ്ടിങ് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തിരിക്കുന്ന വാല്യൂ ആയിരിക്കും. ആദ്യം എടുക്കുന്ന വാല്യൂ മാത്രമായിരിക്കും 0. കാരണം ഫിക്സ്ഡ് എൻഡ് ആകുമ്പോൾ ഫസ്റ്റ് വാല്യൂ 0 എടുക്കും, പിന്നെ മറ്റേ വാല്യൂ നൂൺ ആയിരിക്കില്ല. അപ്പോൾ ആദ്യത്തെ ഇറ്ററേഷനിൽ 0 എടുക്കും. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, കറസ്പോണ്ടിംഗ്ലി വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ ആ വാല്യൂസിന്റെ ബേസിസിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ സെക്കൻഡ് ഇറ്ററേഷനിൽ നമുക്ക് എല്ലാ വാല്യൂസും കിട്ടി. ഏതൊക്കെ വാല്യൂസ് ആണ്? M-BA 14.35 ആണ്, M-BC 19.18, M-CB -20.26, M-CD -15.16. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് ഇറ്ററേഷനിൽ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, സെക്കൻഡ് സൈക്കിൾ കംപ്ലീറ്റ് ആയി തേർഡ് സൈക്കിളാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇറ്ററേഷൻ തേർഡ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇറ്ററേഷൻ തേർഡ് ചെയ്യുന്നത് വീണ്ടും പറഞ്ഞ പോലെ തന്നെ ആദ്യം ജോയിന്റ് B കൺസിഡർ ചെയ്യുന്നു, പിന്നെ മെമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. BA മെമ്പറാണ് എടുക്കുന്നതെങ്കിൽ M-BA വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമ്മൾ റൊട്ടേഷൻ ഫാക്ടർ -0.214 എടുക്കുന്നു, മൾട്ടിപ്ലൈഡ് ബൈ സിഗ്മ M എന്ന് പറഞ്ഞാൽ -48.33 ആണ്, പ്ലസ് സമേഷൻ ഓഫ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ആണ് എടുക്കേണ്ടത്. അപ്പോൾ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ ഫോർ ദ ജോയിന്റ് B എന്ന് പറയുമ്പോൾ BA മെമ്പറും വരും, BC മെമ്പറും വരും. അപ്പോൾ BA മെമ്പർ എന്ന് പറഞ്ഞാൽ ഫാർ എൻഡ് എന്താണ്? A ആണ്, ഫിക്സ്ഡ് വാല്യൂ ആയതുകൊണ്ട് 0 വരും. ഇനി BC വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ BC വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സെക്കൻഡ് ഇറ്ററേഷനിൽ കിട്ടും. BC എന്ന് പറഞ്ഞാൽ ഇതാണ് ഫാർ എൻഡ്, ഇതാണ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ. C മെമ്പറിൽ അല്ലെങ്കിൽ BC കൺസിഡർ ചെയ്തിട്ട് Cന് നേരെ താഴെയുള്ള വാല്യൂ സെക്കൻഡ് ഇറ്ററേഷനിൽ കിട്ടിയിരിക്കുന്നത് -20.26 ആണല്ലോ, ആ വാല്യൂ ആണ് എടുക്കേണ്ടത്. അപ്പം റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ സമേഷൻ എന്ന് പറയുമ്പോൾ ഈ കിട്ടിയിരിക്കുന്നത് -20.26ഉം പിന്നെ ഫിക്സ്ഡ് ആൻഡ് മൊമെന്റ്സിൽ വന്നിരിക്കുന്നത് ഈ ഒരു ഇവിടുത്തെ 0 വാല്യൂ ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? -20.26 ആയിരിക്കുമല്ലോ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അപ്പം നമ്മുടെ റൊട്ടേഷൻ ഫാക്ടർ -0.214 മൾട്ടിപ്ലൈഡ് ബൈ -48.33 പ്ലസ് -20.26 ചെയ്താൽ ഇവിടുത്തെ വാല്യൂ കിട്ടും, അതായത് 14.68. അങ്ങനെ കറസ്പോണ്ടിങ്ങിൽ എല്ലാ വാല്യൂസും തേർഡ് ഇറ്ററേഷനിൽ കണ്ടുപിടിക്കുക. ഇനി ഇത് ചെയ്ത പോലെ തന്നെ ഫോർത്ത് ഇറ്ററേഷനും ചെയ്യുക. അപ്പോൾ ഫോർത്ത് ഇറ്ററേഷൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെയാണ് വാല്യൂസ് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ മതി, സൈക്കിൾ 3ൽ കിട്ടിയേക്കുന്ന വാല്യൂ 14.68 ആണ് ഫോർ ദ മെമ്പർ BA. ഫോർത്ത് സൈക്കിളിലോ 14.70. ഇനി BC മെമ്പറിൽ കിട്ടിയേക്കുന്ന ഇവിടുത്തെ വാല്യൂ 19.62, ഇത് 19.65 ആണ്. CB മെമ്പർ ആണെങ്കിൽ -20.39ഉം -20.40. പിന്നെ നെക്സ്റ്റ് CD ആണെങ്കിൽ -15.26 -15.26. ഇത് രണ്ടും തമ്മിലുള്ള സൈക്കിൾ 3യും സൈക്കിൾ 4ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആണ്. അതുകൊണ്ട് ഇനി കൂടുതൽ ഇറ്ററേഷൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെൻ എവർ ദ ഡിഫറൻസ് ബിക്കംസ് നെഗ്ലിജിബിൾ യു ക്യാൻ സ്റ്റോപ്പ് ദ ഇറ്ററേഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക, ചെറിയൊരു ബോക്സിൽ അല്ലെങ്കിൽ ഇതാണ് വാല്യൂ എന്ന രീതിയിൽ ബോക്സിലേക്ക് ആക്കുന്നു, ജസ്റ്റ് ഒരു ബോക്സ് ഫോമാറ്റിലേക്ക്. ഫൈനൽ വാല്യൂ ആണ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഇപ്പോൾ ഫോർത്ത് ഇറ്ററേഷൻ നമ്മൾ സ്റ്റെപ്പ് സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഞാൻ സ്റ്റെപ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് പ്ലസ് 2 ടൈംസ് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ പ്ലസ് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇനിയിപ്പോൾ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ഏതാണെന്ന് നമുക്കറിയണം, ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ ഏതാണെന്ന് അറിയണം. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ടേബിൾ ഉണ്ടാക്കുക. ഫൈനൽ മൊമെന്റ് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞ ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ജോയിൻസും, ഇന്റർമീഡിയറ്റ് ജോയിന്റ് മാത്രമല്ല എല്ലാ ജോയിൻസും, A ജോയിന്റ്, B ജോയിന്റ്, C ജോയിന്റ്, D ജോയിന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് ആണ് ആദ്യം എഴുതേണ്ടത് ഈ ഒരു ടേബിളിൽ. ഇപ്പോൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് AB മെമ്പറിന്റെ -10 ആണ്, BA മെമ്പറിന്റെ +10, BC മെമ്പറിന്റെ -58.33, CB മെമ്പറിന്റെ 71.67, CD മെമ്പറിന്റെ -20, DC മെമ്പറിന്റെ 20. ഇത്രയും ആണ് നമ്മുടെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്. അത് നമ്മൾ എഴുതുക. കാരണം നമുക്ക് ഓൾറെഡി ഫൈനൽ മൊമെന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. അപ്പോൾ ആ ഒരു ഇക്വേഷനിലേക്ക് വേണ്ടിയിട്ടുള്ള ടേബിളാണിത്. പിന്നെ നമുക്ക് വേണ്ടത് നിയർ എൻഡ് കോൺട്രിബ്യൂഷനും ഫാർ എൻഡ് കോൺട്രിബ്യൂഷനുമാണ്, റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂസ്. അപ്പോൾ നമ്മൾ ഇറ്ററേഷൻ ചെയ്തിട്ട് ഒരു ഫൈനൽ റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു വാല്യൂസ് എഴുതേണ്ടത്. ഇപ്പോൾ AB മെമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ഏതായിരിക്കും, അതിൻ്റെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ ഏതാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ AB മെമ്പർ. AB മെമ്പറിൽ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ A എൻഡിൽ വരുന്ന വാല്യൂ ആണ്.
അതേപോലെ ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബി എൻഡിൽ വരുന്ന വാല്യൂ ആണ്. അപ്പം നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ഇവിടുത്തെ വാല്യൂ എന്താ? ഈ വാല്യൂ 0 ആണ്. അപ്പോൾ 0 എന്ന് എടുക്കുക. ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? 14.70 ആണ്. അപ്പോൾ അതാണ് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നോക്കിയേ, എ ബി മെമ്പറിൽ വരുന്ന നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ 0 ആണ്. നമ്മുടെ ഇക്വേഷനിൽ 2 ടൈംസ് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്നാണുള്ളത്. അതുകൊണ്ടാണ് 2 × 0 എന്ന് എഴുതിയേക്കുന്നത്. ശരിക്കും വാല്യൂ എന്താണ്? എ ബി മെമ്പറിന്റെ നിയർ എൻഡ് കോൺട്രിബ്യൂഷന്റെ 0 ആണ്. ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബിയിൽ വരുന്ന കോൺട്രിബ്യൂഷൻ എന്താണോ, ബോക്സിൽ എന്താണോ എഴുതിയേക്കുന്നത് അതാണ്. അപ്പോൾ 14.70 ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ഇനി നെക്സ്റ്റ് ബി ജോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ ഈ മെമ്പർ എന്താണ്? ബി എ മെമ്പർ ആണ്. ബി എ മെമ്പറിന്റെ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പം ബിയിൽ വരുന്ന വാല്യൂ ആണ് നിയർ എൻഡ് വരിക, എയിൽ വരുന്ന വാല്യൂ ആണ് ഫാർ എൻഡിൽ വരിക. ഓക്കെ, അപ്പോൾ ബി എ മെമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ മെമ്പർ ബി എ. ബി എ മെമ്പറിൽ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ബിയിൽ കറസ്പോണ്ടിങ്ങിൽ വരുന്ന വാല്യൂ 14.70 ആണ്. ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം എന്ത് ചെയ്യണം നമ്മൾ? നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 14.7 എഴുതുക, ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ് 0 എഴുതുക. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഫൈനൽ മൊമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി 2 ടൈംസ് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ആണ് വേണ്ടത്. അതുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ എ ബിയും കണ്ടുപിടിച്ചു, ബി എയും കണ്ടുപിടിച്ചു. ഇനി ബി സി മെമ്പറാണ് എടുക്കുന്നത്. ബി സി മെമ്പർ എടുക്കുന്ന സമയത്ത് നമ്മുടെ നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? ബിയിൽ വരുന്ന കോൺട്രിബ്യൂഷൻ, റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ വാല്യൂ എന്താണോ അത് ഇവിടെ എഴുതണം. അതേപോലെ സിയിൽ വരുന്ന കോൺട്രിബ്യൂഷൻ എന്താണോ അത് ഇവിടെ എഴുതണം. ആ വാല്യൂസ് എന്താണെന്ന് നോക്കാം. ബി സി മെമ്പർ എടുത്തു, ബിയിൽ വരുന്ന വാല്യൂ ആണ് നിയർ എൻഡിൽ എഴുതേണ്ടത്. അതായത് 19.65 ആണ് നിയർ എൻഡ്. ഫാർ എൻഡ് എന്ന് പറഞ്ഞാൽ -20.40 ആണ്. നോക്കിയേ, ഇവിടെ നിയർ എൻഡിൽ 19.65ഉം ഫാർ എൻഡിൽ -20.40 ആണ്. ഇവിടെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്, കാരണം നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ 2. ഇക്വേഷൻ ഒന്നും കൂടി കാണിക്കാം. ഇവിടെ കണ്ടോ, 2 ടൈംസ് നിയർ എൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ 1 ടൈം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ആ വാല്യൂ, നമ്മൾ എഴുതുന്ന ഓരോ വാല്യൂ 2 കൊണ്ട് നിയർ എൻഡ് കോൺട്രിബ്യൂഷനിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇനി സി ബി മെമ്പർ എടുക്കുമ്പോൾ നിയർ എൻഡ് വാല്യൂ ഏതാ വരിക? സിയിലെ കോൺട്രിബ്യൂഷൻ ഫാക്ടർ എന്താണോ അതാണ് നിയർ എൻഡ് കോൺട്രിബ്യൂഷനിൽ എഴുതേണ്ടത്. ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ബിയിൽ എന്താണോ വാല്യൂ വരുന്നത് അതാണ് എഴുതേണ്ടത്. ഒന്നും കൂടി നോക്കാം. സി ബി എന്ന് പറയുമ്പം ഇതാണ് സി ബി. നിയർ എൻഡ് എന്ന് പറയുമ്പം ഇതാണ് വാല്യൂ വരിക. ഫാർ എൻഡ് എന്ന് പറയുമ്പം ഇതാണ് വാല്യൂ വരിക. അപ്പം 20.40 -20.40 പോസിറ്റീവ് 19.65. നോക്കിയേ, ഇവിടെ -20.4ഉം പോസിറ്റീവ് 19.65ഉം ഇത് 2നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇനി സി ഡി മെമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മൾ നിയർ എൻഡ് കോൺട്രിബ്യൂഷനും ഫാർ എൻഡ് കോൺട്രിബ്യൂഷനും എഴുതണം. അതെങ്ങനെയാണെന്ന് നോക്കാം. സി ഡി മെമ്പറിൽ വരുന്നത് ഇതാണ് നമ്മുടെ സി ഡി മെമ്പർ. സി ഡി മെമ്പർ എന്ന് പറയുമ്പം സിയിൽ വരുന്ന വാല്യൂ ആണ് അതിൻ്റെ കോൺട്രിബ്യൂഷനിൽ എഴുതേണ്ടത്. അപ്പം നിയർ എൻഡ് എന്ന് പറയും -15.26ഉം ഫാർ എൻഡിൽ 0 വാല്യൂ ആണ് വരിക. ഓക്കെ, അപ്പോൾ അതൊന്ന് നോക്കാം. ജസ്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂസ് എഴുതി കൊടുക്കാം. ഇവിടെ ഒരു കറക്ഷൻ ഉണ്ട്. ഇവിടെ ഞാൻ 15.16 എന്നാണ് ബൈ മിസ്റ്റേക്ക് എഴുതിയേക്കുന്നത്. അതൊന്ന് കറക്റ്റ് ചെയ്യാം. എഴുതേണ്ട വാല്യൂ 15.26 ആണ്. ഓക്കെ, 2 × 15.26ഉം ഈ കിട്ടുന്ന വാല്യൂ 0 ആയിരിക്കും. അതേപോലെ ഡി സി മെമ്പർ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡി ആണ് നിയർ എൻഡ്. അപ്പോൾ അവിടുത്തെ വാല്യൂ 0 ആയിരിക്കും. ഡീന് കറസ്പോണ്ടിങ് നമ്മൾ സിയുടെ വാല്യൂ ആണ് ഫാർ എൻഡിൽ എഴുതേണ്ടത്. ഇവിടെ -15.26 ആണ് വരിക. അപ്പോൾ അത് ഒരു കറക്ഷൻ നിങ്ങൾ ചെയ്യണം. ഇതും എന്താണ്? 15.26 ആണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? എല്ലാ വാല്യൂസും ആഡ് ചെയ്തിട്ട് ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ഫൈനൽ മൊമെന്റ് ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് പ്ലസ് 2 ടൈംസ് നിയർ എൻഡ് റൊട്ടേഷൻ കോൺട്രിബ്യൂഷൻ പ്ലസ് ഫാർ എൻഡ് കോൺട്രിബ്യൂഷൻ ആണ്. അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. -10 + 0 + 14.70. സോൾവ് ചെയ്താൽ 4.70 ആണ് കിട്ടുക. ബി എ മെമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 10 + 2 × 14.7 + 0 ചെയ്താൽ 39.4 കിട്ടും. നെക്സ്റ്റ് ബി സി മെമ്പർ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ -58.33 + 2 ടൈംസ് 19.65 -20.40 ചെയ്താൽ -39.4 കിട്ടും. അതേപോലെ സി ബി മെമ്പർ എടുത്താൽ 71.67 -2 × 20.4 + 19.65 ചെയ്താൽ 50.52 കിട്ടും. സി ഡി വാല്യൂ ആണെങ്കിൽ -20 + 2 × -15.26 ആണ്, ഓർമ്മിക്കുക, +0. സോൾവ് ചെയ്താൽ -50.52 കിട്ടും. ഡി സി ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ +20 + 0 -15.26 = 4.74. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിൻ്റെയും നമുക്ക് ഫൈനൽ മൊമെന്റ്സ് കിട്ടി. അങ്ങനെ നമ്മുടെ അനാലിസിസ് കംപ്ലീറ്റ് ആകും.
അനാലിസിസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫൈനൽ മൊമെൻറ്റ്സ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാ മെമ്പേഴ്സിൻ്റെയും ഫൈനൽ മൊമെൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്.